പശ്ചിമേഷ്യയിൽ ആശങ്ക തുടരുകയാണ്. അമേരിക്കൻ നാവിക വ്യൂഹം പേർഷ്യൻ ഗൾഫിലേക്കെന്ന റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അർമാദ സൈനിക വ്യൂഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചതായ വിവരങ്ങൾ. ഭീഷണിക്ക് മുന്നിൽ പതറില്ല എന്ന് ഇറാന്റെ പ്രതികരണം. ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും മോശമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ നേരിടാൻ സജ്ജമാണെന്നും ഇറാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നിലപാടുമായി UAEയും രംഗത്തെത്തിയിരിക്കുന്നു. ഇറാനെതിരായ നടപടികൾക്ക് എയർ സ്പേസ് അനുവദിക്കില്ല എന്ന് UAE അറിയിച്ചു. സമുദ്ര അതിർത്തിയും കരയും അനുവദിക്കില്ല എന്നും ആക്രമണത്തിന് ഒരു സഹായവും നൽകില്ല എന്നും UAE വ്യക്തമാക്കി. പരമാധികാരത്തെ ബഹുമാനിക്കുന്നതും നയതന്ത്ര പരിഹാരവുമാണ് UAE നിലപാടെന്ന് വിലയിരുത്തൽ. അമേരിക്കൻ ആക്രമണം ഇറാനുമേൽ ഉണ്ടാകും എന്ന ആശങ്കകൾക്കിടയിലാണ് UAEയുടെ ഈ നിലപാട് എന്നതും ശ്രദ്ധേയം. US-ഉം ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായേക്കാം എന്നുള്ള ഭീതിയിൽ മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാന സർവീസുകൾ പ്രമുഖ അന്താരാഷ്ട്ര എയർലൈനുകൾ റദ്ദാക്കിയിരുന്നു. എയർ ഫ്രാൻസ്, ഡച്ച് വിമാന കമ്പനി KLM, ലുഫ്താൻസ എന്നിവയാണ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച പ്രധാന കമ്പനികൾ. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തമായതോടെ ദുബായ്, റിയാദ്, ടെലവീവ്, ദമാം തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങളെയാണ് ഈ തീരുമാനം നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ, ടൊമാഹോക്ക് മിസൈലുകൾ വഹിക്കുന്ന 3 ഡിസ്ട്രോയറുകൾ എന്നിവയാണ് ഇറാൻ ലക്ഷ്യമാക്കി മലാക്ക കടലിടുക്കിൽ നിന്നും സഞ്ചരിച്ച ശേഷം പേർഷ്യൻ ഗൾഫിലേക്ക് നീങ്ങുന്നത്. നിലവിൽ ഇത് ആൻഡമാൻ കടലാണ്. ഇതിനു പുറമെ 1 ഡസനോളം F-15E യുദ്ധവിമാനങ്ങളെയും അമേരിക്ക മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നിലപാടുമായി UAE രംഗത്തെത്തി. ഇറാനെതിരായ നടപടികൾക്ക് ഒരിക്കലും എയർ സ്പേസ് അനുവദിക്കില്ല എന്ന് UAE വ്യക്തമാക്കിയിരിക്കുന്നു. സമുദ്ര അതിർത്തിയും കരയും അനുവദിക്കില്ല എന്നും ആക്രമണത്തിന് ഒരു സഹായവും നൽകില്ല എന്നും UAE പറഞ്ഞു. സംഘർഷങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും UAEയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. US ആക്രമണം നടത്തിയ തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പ് നൽകുന്ന ബിൽബോർഡുമായി കഴിഞ്ഞ ദിവസം ഇറാൻ രംഗത്തെത്തിയിരുന്നു. അമേരിക്ക സൈനിക ആക്രമണം നടത്തിയാൽ പ്രതികാരം ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകുന്ന ബിൽബോർഡുമായി ഇറാൻ. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിലായിരുന്നു രാജ്യത്ത് ആക്രമണം നടത്തരുത് എന്ന ഇറാന്റെ മുന്നറിയിപ്പ് വന്നത്. US-ന്റെ സൈനിക ആക്രമണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന തകർന്ന വിമാനവാഹിനി കപ്പലിന്റെ ചിത്രമുള്ള ബിൽബോർഡാണ് പുറത്തിറക്കിയത്. മധ്യ ടെഹ്റാനിലെ സ്ക്വയറിലാണ് മുന്നറിയിപ്പ് നൽകുന്ന ബിൽബോർഡ് ഇറാൻ സ്ഥാപിച്ചത്. വിമാനവാഹിനി കപ്പലിന്റെ ഫ്ലൈറ്റ് ഡെക്കിൽ കേടുപാടുകൾ സംഭവിച്ചതായും പൊട്ടിത്തെറിക്കുന്നതുമായി യുദ്ധവിമാനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് ഡെക്കിലെ മൃതദേഹങ്ങളും രക്തക്കറകളും ചിത്രത്തിൽ കാണാൻ സാധിക്കും. കപ്പലിൽ നിന്നുള്ള രക്തക്കറകൾ ഒഴുകി അമേരിക്കൻ പതാകയുടെ പാറ്റേണിൽ വെള്ളത്തിലേക്ക് ഒഴുകുന്ന രീതിയിലും ചിത്രീകരിച്ചിരുന്നു. നിങ്ങൾ കാറ്റ് വിതച്ചാൽ അത് കൊടുങ്കാറ്റായി തിരിച്ചു ലഭിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്ന ഒരു കുറിപ്പും ബിൽബോർഡിൽ കാണാൻ സാധിച്ചിരുന്നു. അമേരിക്ക മോശമായി പ്രതികരിച്ചാൽ അതിന്റെ ഫലം അതിനേക്കാൾ ഭയാനകമായ രീതിയിൽ തിരിച്ചു ലഭിക്കുമെന്നാണ് ബിൽബോർഡ് വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഇത് ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് നീങ്ങുന്നതിനിടയിലായിരുന്നു ഈ മുന്നറിയിപ്പ്. ഇറാനെതിരായ അമേരിക്കയുടെ ഏത് ആക്രമണത്തെ സമഗ്ര യുദ്ധമായി കണക്കാക്കുമെന്നും ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമണത്തിന്റെ വ്യാപ്തിയോ സ്വഭാവമോ പ്രകാരം വേർതിരിക്കില്ല എന്നും ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരുന്നു. US യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, ഡിസ്ട്രോയറുകൾ എന്നിവ മിഡിൽ ഈസ്റ്റിൽ എത്താനിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഈ പ്രസ്താവന. ഇറാനെ നേരിടാൻ യുദ്ധക്കപ്പലുകളുടെ കൂട്ടം അമേരിക്കയ്ക്കുണ്ടെന്നും അത് മേഖലയിലേക്ക് നീങ്ങുകയാണ് എന്നും ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.